നമസ്കാരം. ഭക്തിയെയും വിശ്വാസത്തെയും മുറുകെ പിടിക്കുന്ന ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഭാരതീയ സംസ്കാരം നമ്മെ പതിപ്പിക്കുന്നത് ഓരോ ദിവസത്തിനും ഓരോ ദേവതകളുടെ ചൈതന്യം അടങ്ങിയിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ വരുമ്പോൾ ആഴ്ചകളിൽ ഏറ്റവും പവിത്രമായ ഒരു ദിവസമാണ് വ്യാഴാഴ്ച. ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ഈ ദിവസത്തെ നാം വിളിക്കുന്നത് ദേവഗുരു ബൃഹസ്പതിയുടെ ദിനം എന്നാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട സകല സൗഭാഗ്യങ്ങളും നൽകാൻ ശക്തിയുള്ള ഗ്രഹമാണ് വ്യാഴം. അതുകൊണ്ടുതന്നെയാണ് ആ ഗ്രഹത്തിന് ദേവഗുരു എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ ദൈവാധീനം ധാരാളം ഉള്ള വ്യാഴാഴ്ച നമ്മൾ വിനിയോഗം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യത്തിന്റെ താക്കോൽ വ്യാഴാഴ്ച എന്ന ദിവസത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം ഒഴുകിയെത്താൻ, ധനം നിങ്ങളുടെ വീട്ടിൽ നിറയാൻ, സമാധാനം നിങ്ങളുടെ മനസ്സിനുണ്ടാകാൻ ഈ വ്യാഴാഴ്ച ദിവസം നമ്മൾ ഈ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക. അത് കേവലം ഒരു വിശ്വാസമല്ല, നമ്മുടെ പൂർവികർ കണ്ടറിഞ്ഞ ഒരു ഊർജ്ജം നിയമമാണ്. ഇതൊരു പ്രപഞ്ചസത്യം കൂടിയാകുന്നു. ദാനം ചെയ്യുന്നത് മഹാപുണ്യമായ കാര്യമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ വ്യാഴാഴ്ച ദിവസം ചില പ്രത്യേക വസ്തുക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ ഐശ്വര്യത്തിന്റെ പ്രതീകമായ വസ്തുക്കൾ നാം സൗജന്യമായി കൈമാറ്റം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരേണ്ട ശുഭകരമായ ഊർജ്ജമാണ്, അതായത് വ്യാഴത്തിന്റെ അനുഗ്രഹമാണ് മറ്റൊരാൾക്ക് കൈമാറ്റപ്പെടുന്നത്. ഇതിനെ ദാരിദ്ര്യം ചോദിച്ചു വാങ്ങുന്നു എന്നതാണ് ജ്യോതിഷം പറയുന്നത്. അതിനാൽ തന്നെ വ്യാഴാഴ്ച ദിവസം ദാനം കൊടുക്കുവാൻ പാടില്ലാത്തതാണ് വസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ വസ്തു മഞ്ഞളാണ്. ദേവഗുരു ബൃഹസ്പതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിറം മഞ്ഞയാണ്. കൂടാതെ എല്ലാ മംഗളകരമായ കാര്യങ്ങൾക്ക് മഞ്ഞളിന് സ്ഥാനമുണ്ട്. ഒരു വീടിന്റെ ഐശ്വര്യത്തെയും മംഗളത്തെയും സൂചിപ്പിക്കുന്ന വസ്തുവായിട്ടാണ് നാം വീട്ടിൽ മഞ്ഞൾ ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ വ്യാഴാഴ്ച ദിവസം പച്ചമഞ്ഞളും ഉണക്കമഞ്ഞളും ആർക്കും ദാനം നൽകുന്നത് നമ്മുടെ ഗ്രഹത്തിലേക്ക് വരേണ്ട ഭാഗ്യത്തെ കൈമാറ്റം ചെയ്യുന്നതിന് തുല്യമാണ്. ഇത് സാമ്പത്തിക ഭദ്രതയെ ദുർബലപ്പെടുത്തും. അതുകൊണ്ടുതന്നെ ഓർക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും മഞ്ഞൾ നൽകണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി നൽകുക. ഒരു കാരണവശാലും വീട്ടിൽ സൂക്ഷിക്കുന്ന മഞ്ഞൾ വ്യാഴാഴ്ച ദിവസം മറ്റൊരാൾക്ക് നൽകുവാൻ പാടുള്ളതല്ല. ഇനി രണ്ടാമതായി വ്യാഴാഴ്ച ദിവസം കൊടുക്കാൻ പാടില്ലാത്ത കാര്യം പണമാണ്. വ്യാഴാഴ്ച ദിവസം പണം കടം കൊടുക്കുന്നതിന് ഹൈന്ദവ ഗ്രന്ഥങ്ങൾ കർശനമായും വിലക്കുന്നുണ്ട്. വ്യാഴം എന്നത് ധനത്തെ ആകർഷിക്കുന്ന ഗ്രഹമാണ്. ധനത്തെ ആകർഷിക്കേണ്ട ദിവസം കടം കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ധനം പുറത്തേക്ക് പോവുകയും അറിയാതെ തന്നെ വ്യാഴത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒഴുക്ക് നമ്മളിലേക്ക് ഉള്ളത് തടസ്സപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ വ്യാഴാഴ്ച ദിവസം പണം കടമായി ആർക്കും കൊടുക്കുവാൻ പാടുള്ളതല്ല. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വ്യാഴാഴ്ച ദിവസം ആർക്കും ദാനമായി കൊടുക്കുവാൻ പാടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി വ്യാഴത്തിന്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കാൻ വ്യാഴാഴ്ച ദിവസം ചെയ്യേണ്ട 3 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേത് ദേവഗുരുവായ ബൃഹസ്പതിയെ ഭജിക്കുക എന്നതാണ്. ഓ ബൃഹസ്പതിയെ നമഃ. ഈ ഒരു മന്ത്രം വിളക്ക് തെളിയിച്ചുകൊണ്ട് ജപിക്കുന്നത് കൂടുതൽ ഐശ്വര്യം നിങ്ങളിലേക്ക് വന്നെത്തുന്നതിന് സഹായിക്കും. ഇനി അടുത്തത് രണ്ടാമതായി വ്യാഴാഴ്ച ദിവസം മഞ്ഞ വസ്ത്രങ്ങൾ, കടലപ്പരിപ്പ്, ശർക്കര, മഞ്ഞ നിറത്തിലുള്ള ലഡു എന്നിവ ക്ഷേത്രത്തിലോ അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യുന്നത് വ്യാഴത്തിന്റെ കടാക്ഷം നേടുന്നതിന് സഹായിക്കും. ഇനി മൂന്നാമതായി ചെയ്യേണ്ടത് വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. കൂടാതെ അന്നേ ദിവസം നെറ്റിയിൽ മഞ്ഞൾക്കുറി ചാർത്തുന്നതും വളരെയധികം ശുഭകരമാണ്. അപ്പോൾ ഏവരും മനസ്സിലാക്കുക, വ്യാഴാഴ്ച എന്ന ദിനത്തെ ഐശ്വര്യപൂർണമായ ദേവഗുരു ബൃഹസ്പതിയുടെ അനുഗ്രഹം ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന വ്യാഴാഴ്ച ദിവസത്തെ നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഭാഗ്യം ധാരാളമായി വന്നു നിറയും. അങ്ങനെ വ്യാഴത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.